വന്നിട്ടുള്ളത് ഒരു എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മുട്ടയാണ് എടുക്കുന്നത്. നമുക്ക് മുട്ട എടുത്തിട്ട് ഒഴിച്ചെടുക്കാം. ആറ് മുട്ട ഉടച്ച് കഴിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുമുളക് ഉപ്പ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുത്ത മുട്ട അതേപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്ററാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാം. ഇതിൻ്റെ ബാറ്റർ ഇതേ പരുവത്തിലാണ് ഞാൻ കലക്കിയിട്ടുള്ളത്. നല്ല കുഴമ്പ് പോലെയാണ്. അധികം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടമേൽ പിടിക്കില്ല. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതിൽ മുക്കി പൊരിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കുക. അടുത്ത ട്രിപ്പ് റെഡി ആയി വന്നിട്ട് ഇത് നമുക്കിനി കോരിയെടുക്കാം. മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക്
ഒരു 2 മീഡിയം സബോള സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ പൊരിച്ചെടുത്ത ഓയിലിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നുകൊണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നുറുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. സബോള നന്നായിട്ട് വഴയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ചെറുതായി വഴണ്ടി വന്നുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കോഴിമുട്ടയിലും നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, അപ്പോൾ ഇതിൽ ചെറുതായി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സബോളയും ക്യാപ്സിക്കും ഒക്കെ ചെറുതായി വഴണ്ടി വന്നുകൊണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴണ്ടി വരണ്ട. നമുക്കിങ്ങനെ കടിച്ചാൽ കിട്ടുന്ന ഒരു പരുവത്തിലാവണം. 2 ടീസ്പൂൺ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് 2 ടീസ്പൂണ്, സോയാ സോസ് 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തതിൽ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി എടുത്തിട്ടുണ്ട്. ഒരു തിക്കാവാൻ വേണ്ടിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. എഗ് മഞ്ചൂരിയൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് വെക്കുമ്പോൾ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അധികം ഗ്രേവി ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എഗ് മഞ്ചൂരിയൻ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്.
എന്നും പറയണ പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.